ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ഇത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സോണിയുടെ ബ്രാവിയ ടി വി ആണ്. ഇറ്റലി യൂറോപ്യൻ മോഡലാണ്. ഇതിപ്പോൾ പിക്ചറായിട്ടുണ്ട്. പിക്ചറൊന്നും ഇല്ലായിരുന്നു. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഒരു പടവും ഇല്ലായിരുന്നു. അത് ഓണായി ഓഫായിക്കൊണ്ടിരുന്ന സെറ്റാണ്. ഇത് ഞാനിതിൻ്റെ കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാം, ഫോട്ടോ കാണിക്കാം. ഇതാണ് അതിൻ്റെ പിക്ചർ. നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളി മോഡലാണ്. KDL 32EX 600 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സെറ്റ് വർക്ക് തീർന്നിട്ടുണ്ട്. ഇതെന്താണ് നമ്മൾ ചെയ്തതെന്നുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് അടിച്ച് ഇതിൻ്റെ വർക്കിലേക്ക് പോകാം. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ? ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ടി വി, ഇറ്റാലിയൻ ടി വി. വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ബോർഡുമൊക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാനൊരു 2-3 ബോർഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. പക്ഷേ ആ ബോർഡുകൾ പലതും വ്യത്യാസമുണ്ട്. സെറ്റ് മൊത്തത്തിൽ മാറുകയൊക്കെ പലതും ചെയ്യേണ്ടി വന്നു. എന്താണേലും ദൈവം അനുഗ്രഹിച്ച് ഈ ബോർഡ് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തു. അതിനുള്ള ഒരു സംവിധാനം ദൈവം നമുക്ക് തന്നു. നമുക്ക് നോക്കാം, ഇത് നിൽക്കുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, നമുക്ക് അയക്കാം. ഇതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, കാർട്രിഡ്ജ് ടൈപ്പാണ്. ഇത് മറ്റേ കാർഡുകളൊക്കെ കുത്തിയൊക്കെ ചെയ്യുന്ന ഇതാണ്. ഇത് ഓഡിയോ ഔട്ടുണ്ട്, ഒപ്റ്റിക്കൽ ഔട്ടുണ്ട്, VGA ഉണ്ട്, 3 HDMI ഇവിടെ ഉണ്ട്, പിന്നെ സൈഡിൽ HDMI ഉണ്ട്, AV ഉണ്ട്, വീണ്ടും കോമ്പോണൻ്റ് ഇൻപുട്ട് ഉണ്ട്, ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. ഇതാണ് സെറ്റ്. 32ES 600 എന്നാണ് സെറ്റിൻ്റെ പേര്. LCD ഡിജിറ്റൽ കളർ TV എന്നാണെങ്കിൽ LED തന്നെയാണ്. സോണി അങ്ങനെ LCD തന്നെ എഴുതുള്ളൂ. സത്യം അതാണല്ലോ. നുണ എഴുതുന്ന പരിപാടി സോണിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് മാനുഫാക്ചർ 3/2011 2011 21 14 വർഷം പഴക്കമുള്ള ടി വി ആണ്. ഇത് മെയ്ഡ് ഇൻ ഏത് രാജ്യമാണെന്ന് നോക്കട്ടെ. വേറെ ഭാഷയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു തോന്നുന്നു. ഒന്നും കൂടി പറഞ്ഞു. ഇതിൻ്റെ മെയ്ഡ് ഇൻ സ്ലോവാക്യ എന്ന് പറഞ്ഞ രാഷ്ട്രം. അസംബിൾഡ് ഇൻ സ്ലോവാക്യ. SLOVAKIA സ്ലോവാക്യ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സ്ക്രൂകളെല്ലാം അഴിക്കാൻ ജിൻസിയെ ക്ഷണിച്ചോളൂ. ഒരുപോലെ അപ്പോൾ സ്ക്രൂ എല്ലാം അഴിച്ചോളൂ. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. ഇത് കണ്ടോ, നിലന്തണാമണ്ണ് ഇവിടെ കൂട് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ സ്ക്രൂ ഇടുന്ന ഒരിടത്തും കൂട് കൂട്ടിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇറ്റലിയിലായതുകൊണ്ട് ഇറ്റലിയിലുള്ള നിലന്തണാമണ്ണിന് വരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി മാർപ്പാപ്പയുടെ രാജ്യമായതുകൊണ്ടുള്ള അത്ഭുതമായ പരിപാടിയാണോ എന്ന് അറിയത്തില്ല. എന്താണേലും ഇത് കണ്ടോ, ഇവിടെ നിലന്തണാമണ്ണ് ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ഇടുന്ന ഇവിടെയാണ്, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിലന്തണാമണ്ണുണ്ട്. സ്ക്രൂ ഇടുന്ന ഒരു തുളയിലും നിലന്തണാമണ്ണ് കൂട് കൂട്ടിയിട്ടില്ല. ബാക്കി എല്ലാ വെറുതെ ഇരിക്കുന്ന തുളയിൽ മാത്രമേ അവർ കൂട് കൂട്ടിയിട്ടുള്ളൂ. ഇത് 2 സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ. അതാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം. ഇവിടെ ആണെങ്കിലും ആണല്ലോ, നമുക്ക് വിദ്യാഭ്യാസമുള്ള ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് പോകത്തില്ല. വിദ്യാഭ്യാസം ഇല്ലാതെ മറ്റുള്ളവർ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ മറ്റുള്ളവരുടെ പുറകെ നടക്കുകയും ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറയുകയും. അതായത് നമ്മൾ സത്യം പറയുന്ന ആൾക്കാരെ ആർക്കും ഇഷ്ടമല്ല. സത്യം പറയാതെ സത്യം മറച്ചു പിടിച്ച് നുണ പറഞ്ഞ് നടക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ലോകത്തിലെ ഒരു തത്വമാണ്. പക്ഷെ അവരവർക്ക് അവർ ഭയങ്കര മിടുക്കരായി അവർ നേടിയെന്നൊക്കെ ഓർക്കും. പക്ഷെ അവരൊന്നും നേടിയില്ല. അവരുടെ കയ്യിൽ അവർ നേടിയതും കൂടെ ഇത് പോകുമ്പോൾ കൂടെ പോകും. എന്നാൽ ഇതുകൂടെ കൊണ്ടുപോകും. അത് അവർക്ക് അറിയത്തില്ല. പറ്റിച്ചും എടുക്കുന്ന പൈസ ഇല്ല. ഒരു സ്ക്രൂ കൂടെ ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂ കൂടെ ഉണ്ട്. എടുക്കുന്ന പൈസ പിന്നീട് പോകുമ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ള 100% ഉറപ്പാണല്ലോ. അത് പോകുമ്പോൾ പിടിച്ചു അവരുടെ സമ്പാദിച്ച പൈസയും കൂടെ അതിൻ്റെ കൂടെ പോകും. അതാണ് ലോക ചരിത്രം. കാരണം സത്യത്തിൽ ലോകം നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇന്നും ലോകം നിലനിൽക്കുന്നത്. ചില ആൾക്കാരുണ്ട് ഈ ഉടായ്പ് കള്ളത്തരമൊക്കെ പറഞ്ഞ് നടന്നാൽ കുറേ ആൾക്കാരൊക്കെ വിശ്വസിക്കും. കുറച്ച് നാളത്തേനെ വിശ്വസിക്കും. പക്ഷെ സത്യം എന്ന് പറയുന്നത് ഒരിക്കലും പോകത്തില്ല.
ഇതിനകത്ത് കുറേ സാധനങ്ങൾ കയറിയിട്ടുണ്ട്. ക്ഷുദ്രജീവികൾ. ഈ ക്ഷുദ്രജീവികൾ ഇതിനകത്ത് എവിടുന്ന് ഇത് കയറുന്നു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഇത് കണ്ടോ കിടക്കുന്നത്? ഇത് കണ്ടോ ഇങ്ങോട്ട് വന്ന് ഒരു സാധനം കിടക്കുന്നു. ഈ മദർ ബോർഡിലൊക്കെ കുറേ അതും ഇതും സാധനങ്ങളൊക്കെ കിടക്കുന്നു. ഇത് കണ്ടോ? കൈകൊണ്ട് തൊടാൻ കൊള്ളുകയില്ല. ഞാൻ ട്യൂസർ എടുക്കട്ടെ. എന്തോ വേസ്റ്റ് കാണിച്ച വേസ്റ്റ് അതിലോട്ട് പോയി. ഓക്കെ. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡിന് അടിയിലും ഒരാളുടെ മൃതദേഹം ഞാൻ കാണുന്നു. ഒന്നിലധികം ആൾക്കാർ. ഒരു പല്ലി ചത്തുണങ്ങിയിരിക്കുന്നു. അടുത്ത പല്ലി ചത്തുണങ്ങി ദ്രവിച്ച് പീസ് പീസായി പൊടിഞ്ഞിരിക്കുന്നു. ഇവന്മാരെതിരെ അടിക്കരുന്നു. ഇവന്മാരുടെ കയറ്റം നിർത്തിയില്ലേ ടി വി ഇവന്മാർ നശിപ്പിച്ച് കളയൂല്ലോ. പല്ലിക്ക് കയറാൻ എവിടെയാ തുളയുള്ളത്? തുളയൊന്നും ഇവിടെ ഒരു തുളയുണ്ട്. ഈ തുളയായിരിക്കും അല്ലേ? മണ്ടയിലും അപ്പടി തുളയുണ്ട്. ശരി, പല്ലിക്ക് കയറാവുന്ന കുഞ്ഞായിരുന്നപ്പോൾ കയറിയതായിരിക്കും. ഇതിനകത്തിരുന്ന് വളർന്നതായിരിക്കും. അതെയാ? അയ്യോ, ബോർഡ് മുഴുവൻ ദ്രവിച്ചു കരിഞ്ഞു പോയി. ഇതുണ്ട് ബോർഡിൻ്റെ അവസ്ഥയാണ്. കത്തി അതിരുന്ന് ബോർഡ് കരിഞ്ഞു. ദിനോസർ ആ പേപ്പറിലേക്ക് ഒരു ഷോട്ട് എടുക്കൂ. പവർ സപ്ലൈയിലും ബോർഡിൻ്റെ എല്ലാം 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. മദർ ബോർഡിനും ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നല്ല ഇതായിട്ടുണ്ട്, ബേണായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് സർവീസ് ചെയ്ത് എടുക്കാൻ നോക്കുവാണ് ഞാൻ, ബോർഡ് മാറ്റാതെ. ഈ പവർ കയറി ഇരുന്ന് അടിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. ആ ഫ്ലെക്സ് കൂടെ ഇങ്ങെടുത്ത് ലഡു പ്ലേറ്റും. നല്ല മണമാണ്. പല്ലി ചത്ത ചീഞ്ഞ മണം. എൻ്റെ അമ്മ എന്നതായിരിക്കും ആ മണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
അത് അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സെറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പല്ലിക്ക് തീറ്റ കൊടുത്തില്ലെങ്കിൽ പല്ലി ടി വിക്കകത്ത് കയറി ഇരുന്ന് തിന്നും. അപ്പോൾ നമുക്ക് ആയിരങ്ങൾ പോകും. അതുകൊണ്ട് വല്ലപ്പോഴും ഇച്ചിരി തീറ്റ പല്ലിക്കും കൊടുക്കുക. എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പല്ലി, എലിയ, പാറ്റായ ഇവരൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നശിപ്പിക്കുന്നവർ. അവർ ചൈനക്കാരുടെ നിന്ന് കാശ് മേടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഇതെല്ലാം കേടാക്കിയിട്ട് പുതിയ സെറ്റ് നമ്മൾ മേടിക്കണമല്ലോ. ചൈനയാണല്ലോ ഇതിപ്പോൾ കൂടുതലും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അവരാണല്ലോ. അതുകൊണ്ട് അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് അവർ പറയുന്ന പോലെ കേൾക്കുകയില്ലാത്തവരെ അവർ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് തിന്നുകയും ചെയ്യും. അങ്ങനെ ചൈനക്കാർ തിന്നുമല്ലോ. ശരി, എലിയെ തിന്നും. അനുസരണ ഇല്ലാത്തവർ പാട്ടായും തിന്നും, പല്ലിയും തിന്നും, എല്ലാത്തിനും തിന്നും. അല്ല, അപ്പോൾ അവർ പേടിച്ചിട്ടാണ് കേട്ടോ. പല്ലി ടി വി ഒക്കെ കേടാക്കുന്ന അവരെ പേടിച്ചിട്ട് തന്നെയാണ്. അതാണ് സംഭവം. പേടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ സർവീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടരുത്. അന്നേരമാണ് നമ്മൾ ചെറിയ മ്യൂസിക്കൊക്കെ ഇടുന്നത്. മനഃപൂർവ്വം അല്ല, കാരണം കോൺസെൻട്രേഷൻ അത്യാവശ്യമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. കൂട്ട് വർക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബോർഡൊക്കെ ഫുള്ള് ഇതൊക്കെ ഇച്ചിരി കൂടിയ ടൈപ്പ് ബോർഡാണ്. ഇതൊക്കെ ഫുള്ള് മാറിന് ഒത്തിരി പൈസ ആകുന്നതുകൊണ്ട് നമ്മൾ പഴയ സെറ്റുമാണല്ലോ, ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കുകയാണ്. പറ്റിയില്ലെങ്കിൽ നമുക്ക് അന്നേരം മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ചാടിക്കയറി മാറാതെ ഓരോന്നനുസരിച്ച്. ഈ ലൈനൊക്കെ ഒത്തിരി കത്തിപ്പോയ ഭാഗമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ തിന്നറും ബ്രഷ് കഴിഞ്ഞൊന്ന് ഇത് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവൻ ദ്രവിച്ചു പോകും. കാരണം ഇതിൻ്റെ പല്ലിയുടെ ശവശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതേ പറ്റിയതാണല്ലോ. അപ്പോൾ പോയ സാധനമൊക്കെ മാറ്റി അത് നമ്മൾ തിന്നർ വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെ ടെർലാക്കിൻ്റെ ഈ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നറാണ്. നല്ല ഒറ്റക്കെട്ട് മണമാണ്. മണം അടിച്ചാൽ അത് കുടിക്കാൻ തോന്നും, അത്ര നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. പക്ഷേ കുടിച്ചാൽ ചത്തു പോകും. തിന്നറിൻ്റെ അകത്ത്
ടർപ്പൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ബ്രാൻഡി ആയിട്ട് കുടിച്ച് ചത്തുപോയ ഏതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മദർ ബോർഡിൽ ഉള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. മദർ ബോർഡിന് എനിക്ക് പുതിയ ഇച്ചിരി വേസ്റ്റ് തരാം. എനിക്ക് മദർ ബോർഡ് മീഡിയ ടെക്കിൻ്റെ മദർ ബോർഡാണ്. അത് ഹാങ് ആയിരുന്നു. അത് നമ്മൾ ഹീറ്റടിച്ച് ഞാൻ ഓണാക്കി. ആ മീഡിയ ടെക്കിൻ്റെ മദർ ബോർഡാണിത്. അത് ഹാങ് ആയിരുന്നു. അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിന്നോളും തോന്നുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓണാക്കി നോക്കിയാൽ കറക്റ്റ് നമുക്കറിയാം. നല്ലപോലെ PCB ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണും മനസ്സിലായി. അതിൻ്റെ അടിഭാഗം എല്ലാം നല്ലപോലെ ബേണായിട്ടുണ്ട് ചൂടായിട്ട്. പക്ഷേ ഈ ബോർഡ് തന്നെ ശരിയായില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ TV ഇരിപ്പുണ്ട്. ഞാൻ വേറെ TVയിൽ ഇവനെ കയറ്റും. ഇതാണെങ്കിൽ നമുക്ക് മീഡിയ ടെക് അല്ല കേട്ടോ, വേറെ ഒരു പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെൻറ്റർ പ്രോസസ്സർ അങ്ങനെ കണ്ടായിരുന്നു. വ്യത്യാസമുണ്ട്, ഓരോ സ്ഥലത്തിൻ്റെതായ വ്യത്യാസമാണ്. പഠിച്ചോനെ കാത്തോണി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സ്ക്രൂവൊക്കെ ഇട്ടൊന്ന് ഓണാക്കാൻ പോവാണ്. മാറേണ്ട പ്രോസസ്സർ ഇതിൻ്റെ സപ്പോർട്ടിങ് IC-കളൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിയാകാനാണെങ്കിൽ ഇപ്പോൾ ഓണാക്കിയാൽ ശരിയാകണം. എനിക്ക് 1-2 ഡിഫോൾട്ടൊക്കെ വന്നു. ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. ശരിയായില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുത്ത സാധനമുണ്ട്, എടുത്ത് വെക്കാനുണ്ട് സാധനമുണ്ട്. പുതിയ ബോർഡ് വെക്കാം. പുതിയ TV ആക്കും. ഞാൻ ഇന്ത്യൻ TV ആക്കും. ഇറ്റലിക്കാരനെ ഞാൻ ഇന്ത്യക്കാരനാക്കും. ഇറ്റലിയാണോ ഇന്ത്യയാണോ നല്ലതെന്ന് ഞാൻ പഠിപ്പിക്കും. ഇതിൻ്റെ അകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തെ സർവീസ് ചെയ്ത ആരോയെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ്. പക്ഷെ അത് വളരെ അപകടമാണ്. ഈ പല്ല് കയറിയാൽ എന്താണേലും ഷോർട്ടിങ് ഉണ്ടാവും. അതായത് ഈ ബോഡിയായിട്ട് ടച്ച് ചെയ്തൊന്നുമല്ല, പവർ സപ്ലൈയിലുള്ള സാധനങ്ങൾ ടച്ച് ചെയ്താണ് അത് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കത്തുകയോ കരിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഷീറ്റിന് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പവർ സപ്ലൈക്കകത്ത് ആരും വെക്കല. അത് അപകടമാണ്. അല്ലെങ്കിൽ അതങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തീ പിടിക്കാത്ത ഷീറ്റുകളെ വെക്കുകയുള്ളൂ. ഒരു സ്പാർക്കിങ്ങോ എന്തെങ്കിലും ഒരു വിഷയം വന്നു, ഒരു ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ ഈ കാർഡ്ബോർഡിന് തീ പിടിച്ച് TV മൊത്തത്തിൽ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ആ സാധനം ഞാൻ എടുത്ത് കളഞ്ഞു. വലിയ അപകടത്തിലേക്ക് ഇത് പോവും. ഈ സാധനമാണ് അതിനകത്ത് വെച്ചിരുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് വെച്ചാന്ന് എനിക്കറിയാം. ആരാണെങ്കിലും ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. അത് ഭയങ്കര അപകടമാണ്. അഥവാ ഇങ്ങനെ ചില TVക്കൊക്കെ അടിയിൽ ഷീറ്റ് വെക്കുന്ന പറഞ്ഞാൽ അത് തീ കത്തിച്ചാൽ കത്തി കയറാത്ത ഷീറ്റാണ് വെക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ. അതുകൂട്ട് സാധനം ഇതിനകത്ത് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. TV മൊത്തത്തിൽ കത്തിപ്പോവും. എങ്ങനെ കത്തിയെന്നുള്ളത് മനസ്സിലായാലേ. ചില കാറൊക്കെ വഴി കിടന്ന് കത്തുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ ഇങ്ങനെ ഓരോ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ട് പറ്റുന്ന കേസാണ്. ഇതിൻ്റെ കൂടുവേർ എന്ത്? ഇതിന് കൂടുവേർ ഉണ്ടായിരുന്നില്ല. അതാണ് അല്ലേ, ഇത് നമ്മുടെ കൂടുവേർ അല്ലേ? എടുത്ത സാംസങ്ങിൻ്റെ ഇന്നത്തെ ഇത് നമ്മുടെയാണ്. ഇത് സാംസങ്ങിൻ്റെ.
വെള്ളമെല്ലാം പോയോ? സ്വിച്ച് എന്ത് സ്വിച്ചേലൊന്നും ഓണാക്കിക്ക്. ഓണാവുന്നില്ല. റിമോട്ട് എന്ത്? റിമോട്ട് സോണി റിമോട്ട്. സോണിയുടെ ഇത്. ആ ഒന്നുമില്ല. നമുക്കൊന്നും കൂടി നോക്കാം. ഓണാവുന്നില്ല. ആ ബൾബിഞ്ഞെടുക്കോ, മീറ്ററിഞ്ഞെടുത്തു. പല്ല് കയറി കത്തിപ്പോയതാണ് കാണുന്നത്. ബോർഡ് കത്തിപ്പോയി.
സ്ക്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ആ, ഒരെണ്ണം ഇട്ടേക്കാം. ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പം താഴെ അതാരാ ആള് ഈ സമയത്ത് വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത്? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആ, ടി വി ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് പടം ഇട്ടിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ നാളെ പാക്ക് ചെയ്യാം. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പണി നിർത്തി പോകാം.